പ്രീതികർ സുഹൃത്തുക്കളെ, 2025 PSC പരീക്ഷകൾ ശ്രദ്ധിച്ചാൽ നമുക്കിവിടെ മനസ്സിലാവും ആർട്സ് ആൻഡ് കൾച്ചർ സിലബസിനകത്ത് കേരളത്തിൻ്റെ കലാ സാംസ്കാരിക മേഖലയാണുള്ളതെങ്കിലും ഇന്ത്യയുമായി ബന്ധപ്പെട്ട കലാ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട്. പ്രധാനമായും അതൊക്കെ SCERT പാഠഭാഗങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ആവർത്തിച്ച് ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമേഖലയാണ് ചിത്രകല. ഓക്കെ, ചിത്രകല നമുക്ക് ഒരു 3-4 ക്ലാസ്സിലൂടെ പഠിച്ചുറപ്പിക്കാം. ഇന്നേ ദിവസം PSC ഏറ്റവും കൂടുതൽ ആവർത്തിച്ച നന്ദലാൽ ബോസിന്റെ ചിത്രങ്ങളാണ് നമ്മൾ പഠിക്കുക. ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കണം കേട്ടോ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. നമുക്ക് നോക്കാം, നന്ദലാൽ ബോസിനെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. അദ്ദേഹം ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോറിന്റെ ശ്രീനികേതൻ എന്ന സർവകലാശാല അല്ലെങ്കിൽ വിദ്യാലയത്തിലെ ചിത്രകലാ വിഭാഗത്തിലെ അധ്യാപകനായിരുന്നു ആര്? നന്ദലാൽ ബോസ്. ശ്രീനികേതൻ ചിത്രകലാ വിദ്യാലയത്തിലെ നന്ദലാൽ ബോസും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചേർന്നാണ്, അല്ലെങ്കിൽ സഹപാഠികളും അല്ലെങ്കിൽ സഹ ചിത്രകാരന്മാരും ചേർന്നാണ് ഇന്ത്യൻ ഭരണഘടന എന്ന കയ്യെഴുത്ത് പ്രതിയിൽ ചിത്രങ്ങൾ വരച്ചിരിക്കുക. അതിന്റെ ലേഔട്ട് ഡിസൈൻ ചെയ്തത് അഥവാ കവർ പേജ് ഡിസൈൻ ചെയ്തത് ആരാണ്? നന്ദലാൽ ബോസ് തന്നെ. ഓരോ പാർട്ടിലും ഓരോ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഇദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും ചേർന്ന് ചെയ്തതാണ്. ഇത് നമ്മൾ പൊതുവായി പറയാറുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണെങ്കിലും ഓരോ പാർട്ടിലും ഓരോ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളും അതിന്റെ ഉൾപേജുകളിൽ ഡിസൈനും ചെയ്തത് ആരാണ്? ശ്രീനികേതൻ ചിത്രകലാ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ്. ഓക്കെ, അപ്പോൾ ലേഔട്ട് തയ്യാറാക്കിയ വ്യക്തി എന്ന അർത്ഥത്തിൽ നമ്മൾ നന്ദലാൽ ബോസിനെ എന്തെന്ന് വിളിക്കാറുണ്ട്? ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്ന് വിളിക്കാറുണ്ട്. കേരള ചിത്രകലയിലേക്ക് നമുക്ക് വരാം. 2-3 ക്ലാസ്സിൽ ചില ചിത്രകാരന്മാരോട് പഠിച്ചതിന് ശേഷം കേരള ചിത്രകലയിലേക്ക് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആധുനിക ഇന്ത്യയുടെ ചിത്രകാരൻ എന്നറിയപ്പെടുന്ന നന്ദലാൽ ബോസിനെ കുറിച്ചാണ്. ഈ നന്ദലാൽ ബോസിന്റെ കുറേയധികം ചിത്രങ്ങൾ SCERT പുസ്തകങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നേ ദിവസം അതാണ് പഠിച്ചുറപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നോക്കിയേ, സ്ലൈഡിൽ കാണുന്നുണ്ട്. ഓക്കെ, പ്രധാനപ്പെട്ട ചിത്രങ്ങൾ നോക്കാം. നന്ദലാൽ ബോസ് എന്താണ്? ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പുറംചട്ട ചിത്രീകരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുക. കൂടാതെ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രരചനകൾ നോക്കിയേ, ഗ്രാമീണ ചെണ്ടക്കാരൻ, ഗാന്ധാരി ഇൻ ബാൽക്കണി. ഇത് രണ്ടും പഠിക്കാമോ? എന്തൊക്കെയാ പറയുക? ഗ്രാമീണ ചെണ്ടക്കാരനും ഗാന്ധാരി ഇൻ ബാൽക്കണിയും. പിന്നെ ശിവപാർവതി, വിമൻ കമ്മിറ്റഡ് സതി, ഉമ്മയുടെ തപസ്യ. മൂന്നെണ്ണം ഒരുമിച്ച് പഠിക്കാമോ? ശിവപാർവതി, വിമൻ കമ്മിറ്റഡ് സതി, ഉമ്മയുടെ തപസ്യ. അപ്പൊ 5 പഠിച്ചു. എന്തൊക്കെയാ? ഗ്രാമീണ ചെണ്ടക്കാരൻ, ഗാന്ധാരി ഇൻ ബാൽക്കണി, ശിവപാർവതി, വിമൻ കമ്മിറ്റഡ് സതി, ഉമ്മയുടെ തപസ്യ. പിന്നെ കാളകൂട വിഷം കുടിക്കുന്ന ശിവൻ. ഓക്കെ അല്ലേ? കാളകൂട വിഷം കുടിക്കുന്ന ശിവൻ, രാധയുടെ വിഹാരം, ദണ്ഡി മാർച്ച്. ഒന്നുകൂടെ ശിവപാർവതി, വിമൻ കമ്മിറ്റഡ് സതി, ഉമ്മയുടെ തപസ്യ, കാളകൂട വിഷം കുടിക്കുന്ന ശിവൻ, രാധയുടെ വിഹാരം, ദണ്ഡി മാർച്ച് എന്നീ രചനകൾ നിർവഹിച്ചത് കൃത്യമായി പഠിച്ചാൽ ആര് തന്നെ? നന്ദലാൽ ബോസ് തന്നെ. നമുക്ക് ഇതിന് വരെ നമ്മൾ നമുക്ക് പറഞ്ഞു നോക്കാം. നമ്മൾ സ്ലൈഡിലൂടെ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ തലയിൽ നിൽക്കില്ല. കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കട്ടെ. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്നറിയപ്പെടുന്ന നന്ദലാൽ ബോസിന്റെ പ്രധാനപ്പെട്ട രചനകൾ ആദ്യം നമ്മൾ നോക്കി. എന്താണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ. ഈ ചെണ്ടക്കാരനെ ഗാന്ധാരി എവിടെ നിന്ന് നോക്കി നിൽക്കുകയാണ്? ബാൽക്കണിയിൽ നിന്ന് നോക്കി നിൽക്കുകയാണ്. ഓക്കെ, ഗാന്ധാരി ബാൽക്കണിയിൽ നോക്കുകയാണ്. ഗാന്ധാരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ടൊരു വലിയൊരു കെട്ടിടത്തിന് മുകളിൽ നിൽക്കുകയാണ്. നമ്മൾ കെട്ടിടത്തിന് വെളിയിൽ നോക്കുമ്പോൾ ഗാന്ധാരിയുണ്ട്, ബാൽക്കണിയിലുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ആരുടെ ചിത്രമുണ്ട്? ശിവപാർവതി ചിത്രമുണ്ട്. ശിവന്റെയും പാർവതിയുടെയും ചിത്രമുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് വിചാരിക്കാം. അപ്പൊ ഗ്രാമീണ ചെണ്ടക്കാരൻ അത് ആര് നോക്കി നിൽക്കുകയാണ്? ഗാന്ധാരി. എവിടെ നിന്ന്? ബാൽക്കണിയിൽ നിന്ന്. അപ്പൊ 2 ചിത്രങ്ങൾ പിടിച്ചു, ഗ്രാമീണ ചെണ്ടക്കാരനും ഗാന്ധാരിയും ബാൽക്കണിയും. അങ്ങനെ ഗ്രാമീണ ചെണ്ടക്കാരൻ ആരെ ശ്രദ്ധിച്ചു? ബാൽക്കണിയിൽ നിൽക്കുന്ന ഗാന്ധിയെ ശ്രദ്ധിച്ചു. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ശിവനിൽ എന്തുണ്ട്? ശിവപാർവതിയുടെ ചിത്രമുണ്ട്. ശിവന്റെയും പാർവതിയുടെയും. ഓക്കെ, ഇനി ഇതിന്റെ ഭാഗമായിട്ട് സൈഡിൽ എന്തുണ്ട്? ചിതയിൽ ചാടാൻ പോകുന്ന ഒരു സ്ത്രീയുടെ ചിത്രമുണ്ട്. വിമൻ കമ്മിറ്റഡ് സതി. ഓക്കെ, വിമൻ കമ്മിറ്റഡ് സതി. ഓക്കെ, പിന്നെ നമുക്ക് പറയാം ഉമയുടെ തപസ്യ. കാളകൂട വിഷം കുടിക്കുന്ന ശിവൻ.
ഉമയുടെ തപസ്യ, കാളകുട, വിഷം കുടിക്കുന്ന ശിവൻ, രാധയുടെ വിഹാരം, പിന്നെ ദണ്ഡി മാർച്ച്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത് നോക്കാം. എന്തൊക്കെ പറയാ? ഗ്രാമീണ ചെണ്ടക്കാരൻ, ഗാന്ധാരിയൻ ബാൽക്കണി, ശിവപാർവതി, വിമൻ കമ്മിറ്റഡ് സതി. 4 പഠിച്ചേ. പിന്നെ 4 കൂടെ ഉള്ളു. മൊത്തം നമ്മൾ എത്ര പഠിക്കുന്നുള്ളൂ? 8. 4 പഠിച്ചു കഴിഞ്ഞു. ഗ്രാമീണ ചെണ്ടക്കാരൻ, ഗാന്ധാരിയൻ ബാൽക്കണി, ശിവപാർവതി, വിമൻ കമ്മിറ്റഡ് സതി. പിന്നെ എന്താ? ഉമയുടെ തപസ്യ, കാളകുട, വിഷം കുടിക്കുന്ന ശിവൻ, രാധയുടെ വിഹാരം, ദണ്ഡി മാർച്ച്. ഓക്കെ അല്ലേ? അപ്പോൾ സിമ്പിളായിട്ട് വളരെ ചുരുക്കി 5 മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിച്ചു തീർത്തു. ആരുടെ? നന്ദലാൽ ബോസിന്റെ. അവസാനമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. നന്ദലാൽ ബോസിന്റെ ചിത്രങ്ങൾ എന്തൊക്കെയാ? ഗ്രാമീണ ചെണ്ടക്കാരൻ, ഗാന്ധാരിയൻ ബാൽക്കണി, ശിവപാർവതി, വിമൻ കമ്മിറ്റഡ് സതി. 4 പഠിച്ചേ. ഉമയുടെ തപസ്യ, കാളകുട, വിഷം കുടിക്കുന്ന ശിവൻ, രാധയുടെ വിഹാരം, പിന്നെ ദണ്ഡി മാർച്ചും. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം. ആർട്സ് ആൻഡ് കൾച്ചർ എന്ന ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. തുടർന്ന് നമ്മൾ ചിത്രകലയിലെ മറ്റ് വീഡിയോസ് ചെയ്യും. അതായത് MF ഹുസൈൻ്റെയും ചിത്രകലയുടെ അടിസ്ഥാന വിവരങ്ങളും, പിന്നെ പ്രധാനപ്പെട്ട 2-3 ചിത്രകാരന്മാരുണ്ട്. അഭിനേന്ദ്രനാഥ് ടാഗോർ, അമൃത ഷേർഗിൽ, സുദർശൻ പട്നായിക്. അത് കഴിഞ്ഞതിന് ശേഷം കേരളയിലേക്ക് വരും. കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട KC പണിക്കറുണ്ട് അല്ലേ? പിന്നെ നമ്മുടെ ആരുണ്ട്? രാജാരി വിവർമ്മയുണ്ട്, എഡ്മണ്ട് തോമസ് ക്ലിൻ്റ് എന്ന് പറയുന്ന ഒരു കൊച്ചു ബാലനുണ്ട്. ഇവരെ കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ കൃത്യമായി പഠിച്ചുറപ്പിക്കാം. ഇത് ഇത്രയും പഠിച്ചിട്ട് വരിക. വളരെ ചുരുങ്ങിയ സമയം നമ്മൾ പഠിച്ചുറപ്പിക്കുന്നു. ബൈ ബൈ.